കൊല്ലം ആയൂർ അകമണ്ണിൽ നിയന്ത്രണം വിട്ട ലോറി ഓട്ടോറിക്ഷയിൽ ഇടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. ഓട്ടോ ഡ്രൈവറായ അജ്മൽ മൻസിലിൽ സുൽഫീഖറും യാത്രക്കാരിയായ അകമൺ സ്വദേശിനി രതിയുമാണ് മരിച്ചത്. സുജിത് സുരേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങളുമായി. സുജിത്ത്, ഈ അകമണിലുണ്ടായ അപകടം അത് എങ്ങനെ സംഭവിച്ചതാണ്? നിർത്തിയിട്ട വാഹനത്തിൽ വന്ന് ലോറി നിയന്ത്രണം വിട്ടിടിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ജി.കെ, ഇന്ന് രാവിലെയാണ് ആയൂർ അകമൺ സ്വദേശികളായ രതിയും ഭർത്താവ് സുരേഷും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ദർശനത്തിനായി സുൽഫീഖറിന്റെ ഓട്ടോറിക്ഷയിൽ വരികയായിരുന്നു. അകമൺ വളവിൽ വെച്ചാണ് ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയ്ക്കെതിരെ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി വന്നിടിച്ചത്. ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഓട്ടോറിക്ഷ പരമാവധി ഒഴിച്ചു കൊണ്ടുപോവുകയായിരുന്നു. റോഡിൽ ഈ അപകടത്തിൽ പെടാതിരിക്കാൻ ഒഴിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിലും എതിരെ വന്ന ലോറി ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് നേരെ വന്ന ഇടിച്ച ദൂരത്തേക്ക് കുറേ ദൂരം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ നിന്നും ഈ സുൽഫീഖറിനെയും അതുപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റ രതിയെയും സുരേഷിനെയും അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ സുൽഫീഖർ മരിക്കുകയായിരുന്നു. തുടർന്ന് നില ഗുരുതരമായ സുരേഷിനെയും രതിയെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കൊണ്ടുപോകുന്ന വഴിക്ക് രതി മരിക്കുകയായിരുന്നു. ഇപ്പോൾ സുരേഷിന്റെ നില ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ സുൽഫീഖറിന്റെ മൃതദേഹം അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാകും ഈ രതിയുടെയും സുൽഫീഖറിന്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുക. അതിനുശേഷമാകും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ശരി, സുജിത് സുരേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് കൊട്ടാരക്കരയിൽ നിന്ന്.